എൻ്റെ ചില വീഡിയോൻ്റെ ചോട്ടിൽ ഫേക്കായിട്ടുള്ള ഒരു ഐഡിയയിൽ പലരും പറയാറുണ്ട്, ഇത് തട്ടിപ്പാണ്, ഇത് ചൂഷണമാണ് എന്നൊക്കെ അതിൽ ചിലർ എഴുതി കണ്ടിട്ടുണ്ട്. അതിലൊന്നില്ലെങ്കിൽ ആ ഫേക്ക് ഐഡിയയിൽ ആളുടെ ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല. ഫേസ്ബുക്കിൽ സ്വന്തം മുഖം പോലും വയ്ക്കാൻ മടിയുള്ള ആളുകളാണ് ഇത്തരം ഈ ഫേക്ക് ഐഡി വെച്ചിട്ട് നമ്മളെ വിമർശിക്കാൻ വരുന്നത്. ഈ തട്ടിപ്പാണ് ചൂഷണമാണെന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ എന്ന് കൂടിയിട്ട് അതിൽ വ്യക്തമാക്കണ്ടേ? എന്നെ അറിയുന്ന നാട്ടുകാർക്കും എന്നെ അറിയുന്ന കൂട്ടുകാർക്കും എന്നെ അറിയുന്ന രോഗികൾക്കും എൻ്റെ ചികിത്സയിൽ ഗുണം ലഭിച്ചവർക്കെല്ലാം എൻ്റെ ചികിത്സയിൽ ഗുണം ലഭിക്കാത്തവർക്കും അറിയാം ഞാൻ അത്തരത്തിലുള്ള ആളല്ല എന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മളുടെ ഈ വന്ധ്യതാ ചികിത്സ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സാ രീതിയാണ് വന്ധ്യത. ഒരു IVF എനിക്ക് 3 ലക്ഷം 4 ലക്ഷം വരെയൊക്കെ വാങ്ങിക്കുന്ന ഹോസ്പിറ്റലുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അത്തരം ഹോസ്പിറ്റലുകൾ 4ഉം 5ഉം തവണ IVF ചെയ്ത് 20-25 ലക്ഷം വരെ ചിലവാക്കിയിട്ടുള്ള രോഗികൾക്കാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ ആദ്യത്തെ മാസത്തേക്ക് ഇപ്പോൾ ഈ 2025 കാര്യം പറയുകയാണെങ്കിൽ 3200 രൂപയാണ് സ്ത്രീക്കും പുരുഷനും കൂടി ആദ്യത്തെ മാസം വരുന്ന മരുന്ന്. 3200 രൂപയിൽ ഒരു മാസത്തേക്ക് സ്ത്രീക്കും പുരുഷനുമുള്ള മരുന്ന് കിട്ടുന്നു. തുടർ ചികിത്സയായ 2ാം മാസം മുതൽ സ്ത്രീക്ക് വെറും 150 രൂപയും പുരുഷന് വെറും 700 രൂപയുമാണ് മരുന്ന്. അതായത് 850 രൂപയുടെ മരുന്നാണ് ഈ 4ഉം 5ഉം IVF കഴിഞ്ഞ 20-25 ലക്ഷം രൂപ ചെലവാക്കിയ 15ഉം 20ഉം വർഷം പഴകിയ വന്ധ്യതാ രോഗിയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാസം 850 രൂപയാണ്. ഈ 850 രൂപയ്ക്ക് വാങ്ങി 850 രൂപ വാങ്ങി ചികിത്സിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഒരാളെ ചൂഷണം ചെയ്യുക? 850 രൂപയ്ക്ക് ഞാൻ ഒരു മാസത്തെ മരുന്ന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എത്രമാത്രം ചൂഷണം ചെയ്യാൻ കഴിയും? ഒരു പറയുന്നതിനൊക്കെ ലോജിക്ക് വേണ്ടേ? ഒരാളുടെ ഇദ്ദേഹം തട്ടിപ്പുകാരനാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരുടെ നല്ലൊരു കാര്യം എടുത്താലും അതിനുള്ളിൽ കൊണ്ട് തിരികെ കയറുന്ന കുറേ ഇത്തരം ഫേക്ക് ഐഡിയകളുണ്ട്. അപ്പോൾ ഈ ഫേക്കായ ഐഡിയ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നതെന്നുള്ള അതും കൂടി എഴുതണ്ടേ? അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു മാനസികമായിട്ടൊരു വിഷമം തോന്നാറുണ്ട്. കാരണം ഈ ചികിത്സാ രീതിക്ക് ലക്ഷങ്ങൾ ചിലവ് വരുമ്പോൾ മാസം 850 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഈ ഒരു ചൂഷകനാവണമെന്ന് ഞാൻ സ്വയം ചിന്തിക്കേണ്ടത്. ഇത് ഈ പറയുന്ന ആൾക്കാണെങ്കിൽ അതിൽ ഒന്നുമില്ലെങ്കിൽ പൂവിൻ്റെ കഥകളായിരിക്കും അതിൻ്റെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവും. സ്വന്തം മുഖം പോലും കാണിക്കാൻ കഴിയാതെ കുറേ ഫേക്ക് ഐഡിയയുമായിട്ട് കുറേ ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ പറയുമ്പോൾ ഏത് കാര്യങ്ങൾ നമ്മൾ വസ്തുനിഷ്ഠമായി പറയുമ്പോഴും അതിനൊരു സത്യസന്ധത ഉണ്ടാവണം, ഒരു വ്യക്തത ഉണ്ടാവണം, അല്ലെങ്കിൽ അത് നിർവചിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഒരാളെ കള്ളൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അയാൾ കള്ളനാണെങ്കിൽ ഏത് വിധത്തിലാണ് അയാൾ കള്ളത്തരം കാണിക്കുന്നതെന്നും കൂടിയിട്ട് നമ്മളത് അതിൽ വിശദീകരിക്കണം, അല്ലേ? അതാണ് അതിൻ്റെതായ മാന്യത.